ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പോളിമർ ക്ലേ വെച്ചിട്ട് ഒരു മയിലിനെ എങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നില്ല നമുക്കൊന്ന് നോക്കാം. അതിനായി നമ്മൾ ഈ പോളിമർ ക്ലേ ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ തമ്പ് വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വേറെ ടൂളിൻ്റെ ഒന്നും ആവശ്യമില്ല. തമ്പ് വിരൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമുക്ക് ഓരോ കളറും ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്നത് ഗ്രീനാണ്. ഗ്രീൻ ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ തമ്പ് വിരൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അടുത്ത കളർ ഓറഞ്ചാണ്. ഓറഞ്ച് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യുക. ഇതുപോലെ ഷേപ്പ് ചെയ്യുക. അതുപോലെ തന്നെ തമ്പ് വിരൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് എത്രത്തോളം ശരിയാകും എന്നൊന്നും എനിക്കറിയില്ല. ശരിയായി കഴിഞ്ഞാൽ നിങ്ങളെ വിലപ്പെട്ട ഒരു സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. നമ്മുടെ ലാസ്റ്റ് കളറായ സിയാനും ഇതുപോലെ ചെയ്യുക. ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മളെല്ലാം ചെയ്തെടുത്തതിന് ശേഷം ഓരോന്നായി നമ്മൾക്ക് ലെയർ ബൈ ലെയറായിട്ട് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ആദ്യം ഡാർക്ക് ഗ്രീൻ, പിന്നെ ലൈറ്റ് ഗ്രീൻ, അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ഓറഞ്ച് വെക്കുക. ഓറഞ്ചിൻ്റെ മുകളിലായിട്ട് ബ്ലൂ വെക്കുക. ബ്ലൂ വെച്ചതിന് ശേഷം ലാസ്റ്റ് ആൻഡ് ഫൈനൽ സിയാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഷേപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതിൻ്റെ സൈഡിൽ ജസ്റ്റ് ഈ ക്ലേൻ്റെ ടൂൾ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ ടൂൾ ഉപയോഗിക്കുക. ഈ ടൂൾസ് ഇല്ലെങ്കിൽ നമ്മൾക്ക് സാധാരണ രീതിയിൽ കത്തിയോ മറ്റോ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. കത്തി യൂസ് ചെയ്യുന്നവർ കൈമുറിയാതെ ശ്രദ്ധിക്കണം. ഇതുപോലെ നമ്മൾക്ക് ആവശ്യമായ കുറേ മയിൽപ്പീലികൾ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അടുത്തതായിട്ട് നമ്മൾക്ക് ചെയ്തെടുക്കേണ്ടത് ഒരു മരമാണ്. മരത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ബ്രൗൺ കളർ ക്ലേയും ഒരു ബ്ലാക്ക് കളർ ക്ലേയും എടുത്തിട്ട് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു ഷേപ്പിലേക്ക് അത് മാറ്റിയെടുക്കുക. തമ്പ് വിരൽ വെച്ചിട്ട് മുകളിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഈ ചെറിയൊരു പീസ് ക്ലേ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിന് യാതൊരുവിധ ഗ്ലൂവിൻ്റെയും ആവശ്യമില്ല. പോളിമർ ക്ലേ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് ഒട്ടിയിരിക്കുന്നതാണ്. താഴ്ഭാഗത്തും ഒരു വേര് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ലേയുടെ പീസ് നമ്മൾക്കിങ്ങനെ ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുക്കുക. നേരത്തെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ ടൂള് കൊണ്ട് ഈ മരത്തിന് ആവശ്യമായിട്ടുള്ള ഗ്രെയിൻസും അതുപോലെ തന്നെ ടെക്സ്ചറുകളും പോഡുകളും മരത്തിനുണ്ടാകുന്ന പോഡുകളും മറ്റും നമ്മൾക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങളുടെ കയ്യിൽ ഈ ടൂളില്ല എങ്കിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. ക്ലേ ആയതുകൊണ്ട് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതേപോലെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇതുപോലെ വരച്ചു കൊടുക്കുക. പിന്നെ മുകളിലായിട്ട് കുറച്ച് ലൈൻസൊക്കെ ഇട്ട് കൊടുക്കുക. അത് നിങ്ങളുടെ ഐഡിയയൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾക്ക് ചെയ്തെടുക്കേണ്ടത് ഇലയാണ്. ഇല ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം തമ്പ് വിരൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ടൂൾ ഉപയോഗിച്ചിട്ട് സെൻറ്ററിലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. പിന്നെ രണ്ട് സൈഡിലായിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വീണ്ടും ലൈൻസ് വരച്ചു കൊടുക്കുക. ഇത് നമ്മുടെ മക്കൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ്. ക്ലേ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരെ ക്രിയേറ്റിവിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് വളർന്നു വരും. അതുകൊണ്ട് പറ്റുന്നവർ ക്ലേ വാങ്ങിച്ചു കൊടുക്കുക. കുട്ടികളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുക. നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ആ ഇലകൾ ഈ മരത്തിനോട് ചേർത്ത് ഇതേമാതിരി ഒട്ടിച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ ഈ ക്ലേ എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച മയിൽപ്പീലി ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വലിയ സൈസിൽ ഷേപ്പ് ചെയ്ത് എടുത്തിട്ട് ജസ്റ്റ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് പരത്തി കൊടുക്കുക. ഏകദേശം ഈ ഒരു ഷേപ്പിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഷേപ്പിലേക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മയിൽപ്പീലികൾ ഇതിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. ഇതിന് യാതൊരുവിധ ഗമ്മും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നല്ല സ്റ്റിക്കായിട്ട് നല്ലോണം അറ്റാച്ച് ചെയ്തിട്ട് ചേർന്നിരിക്കുന്നതാണ്. താഴെയായിട്ട് ലെയർ ബൈ ലെയറായിട്ട് ഓരോന്നായിട്ട് നമ്മൾക്ക് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ നമ്മൾ എല്ലാ പീലികളും ജസ്റ്റ് ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം
ഈ പീലുകളൊക്കെ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യുക, മാറ്റി വെക്കുക. നമ്മൾ കാണുന്ന പോലെ തന്നെ നമ്മളെ മയിൽപ്പീലി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെച്ചതിന് ശേഷം ഒരു ബ്ലൂ ക്ലേ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് മയിലിൻ്റെ മറ്റ് ഭാഗങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. തലയും അതുപോലെ തന്നെ ഉടൽ ഭാഗമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലൂ ക്ലേ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഈ ഒരു ഷേപ്പ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് മയിലിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തിന് വേണ്ടിയിട്ടാണ്. ഈ കഴുത്തിൻ്റെ ഭാഗം ഉടലുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കുക. ഇതുപോലെ നിങ്ങൾക്ക് കിട്ടും. അതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു ബ്ലൂ ക്ലേ എടുക്കുക. ഇതേമാതിരി തമ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് മയിലിൻ്റെ ചിറകിന് വേണ്ടിയിട്ടാണ്. നമ്മളെ ക്ലേ ടൂൾ വെച്ചിട്ട് ജസ്റ്റ് ഇതേമാതിരി ലൈൻസ് ഇട്ട് കൊടുക്കുക. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന മാതിരി ചിറക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചിറക് എന്ത് ചെയ്യുക, നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഉടലുമായിട്ട് ജസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾക്ക് കൊക്കിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു പീസ് ക്ലേ എടുക്കുക. ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കുക. ഏകദേശം നമ്മുടെ മയിൽ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ മയിൽപ്പീലി എടുത്തിട്ട് ഇതിൻ്റെ പിറകിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഒട്ടിയിരുന്നോളും. ഇനി നേരത്തെ നമ്മൾ പണി പൂർത്തിയാക്കി മാറ്റി വെച്ച ആ മരത്തിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ പെയിൻ്റ് അടിച്ചിട്ട് കുറച്ചുകൂടി ഭംഗി കൂട്ടാവുന്നതാണ്. ഇതിനായി നിങ്ങൾക്ക് വെള്ളം ചേർക്കാണ്ട് അക്രലിക് പെയിൻറ്റോ അതുപോലെ തന്നെ ഫാബ്രിക് പെയിൻറ്റോ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ മാറ്റി വെച്ച മയിലിനെ എടുത്തിട്ട് ഈ മരത്തിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് ഇരുത്തിയാൽ മാത്രം മതി. നമ്മളെ മയിലും അതുപോലെ തന്നെ മരവും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. നന്ദി. ബൈ ബൈ.